നമസ്കാരം. ജി സുധാകരന് ആലപ്പുഴയുടെ രാജാവാണെന്ന് സ്വയം ഒരു തോന്നലുണ്ടാകാം. പക്ഷെ അത് വേണ്ടെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. സുധാകരനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് കൈക്കൂലിക്കാരനല്ലെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. മാത്രമല്ല നല്ലൊരു ഭരണകർത്താവാണെന്നത് മറ്റൊരു കാരണവും. പക്ഷെ ഇതുകൊണ്ടെല്ലാം തികഞ്ഞുവെന്ന് കരുതരുത്. കുട്ടനാട് MLA റജി ചെറിയാനെതിരെ സുധാകരൻ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അപക്വവും ധാർഷ്ട്യവുമാണെന്ന് മാത്രമല്ല അസ്ഥാനത്തുമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റജി ചെറിയാന്റെ മുതലാളിയാണെന്ന ധാരണയിലാണ് ഈ അഭിപ്രായങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തിയത്. ഏറെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിൽ നിന്നും വരേണ്ട പരാമർശമല്ല റജി ചെറിയാനെതിരെ നടത്തിയത്. പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. കുട്ടനാട് മണ്ഡലത്തിലെ വെള്ളപ്പൊക്കമാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കേണ്ടത് മഴക്കാലത്തല്ല, മഴക്കാലത്തിന് മുമ്പ് ഒഴുകി വരുന്ന വെള്ളം കടലിലേക്ക് പോകുവാൻ വേണ്ട സൗകര്യമൊരുക്കണം. തോട്ടപ്പള്ളി സ്പിൽവേ ആണ് ഇതിനുള്ള ഏക പോംവഴി. അത് അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിന്റെ പരിധിക്കുള്ളിലാണെന്ന് കരുതി കുട്ടനാട് MLA സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരോട് പരിഹാരം നിർദ്ദേശിക്കുന്നത് വിലക്കാനൊന്നും സുധാകരന് അവകാശമില്ല. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴി യഥാസമയം മുറിച്ചില്ലെങ്കിൽ കുട്ടനാട് ഗ്രാമം വെള്ളത്തിൽ മുങ്ങും. മഴക്കാല പ്രവചനങ്ങൾ മുഖവിലക്കെടുത്ത് പൊഴിമുറിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അത് കണ്ടെത്തുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശിച്ചതിന് ഇത്രമാത്രം വ്യക്തിഹത്യ പരാമർശങ്ങളൊക്കെ സുധാകരന് ഭൂഷണമാണോ? സുധാകരൻ അത് ചെയ്യണോ? കുട്ടനാട്ടിലെ ജനങ്ങളുടെ വ്യാകുലത അത് അകറ്റേണ്ട ഉത്തരവാദിത്വം കുട്ടനാട് MLAക്കുണ്ട്. അത് അദ്ദേഹം നിർവഹിക്കുക മാത്രമാണ് നടത്തിയത്. തോട്ടപ്പള്ളി സ്പിൽവേ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവിടെ സന്ദർശിക്കുന്നതിന് ആരുടെയും തിട്ടൂരം വാങ്ങേണ്ട കാര്യവുമില്ല. പ്രായം കൊണ്ടും കൂടുതൽ കാലം MLA സ്ഥാനത്തിരുന്നത് കൊണ്ടും സുധാകരൻ തലപ്പത്താണെന്നോ അല്ലെങ്കിൽ മൂപ്പനാണെന്നോ ഒന്നും ധരിക്കരുത്. റജി ചെറിയാനെ പോലെ ഈ നിയമസഭയിലെ ഏറ്റവും ഈ മുന്നണിയിലെ ജൂനിയറായ MLAമാരിൽ ഒരാളാണ് ജി സുധാകരൻ. കേൾക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ UDF മുന്നണിയിൽ ആദ്യമായി ജയിക്കുന്ന ആളെന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹം മുമ്പ് പലതവണ ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. അത് മുഴുവൻ CPM പാർട്ടിയിൽ നിന്നുകൊണ്ടാണ്, ആ പാർട്ടിക്ക് വേണ്ടിയാണ്. സമന്മാരിൽ ഒന്നാമനെന്ന് പോലും പറയാൻ അർഹതയില്ലാത്ത ആളാണ് സത്യത്തിൽ ഇന്ന് സുധാകരൻ. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ പഠിക്കുവാനും അത് ഉദ്യോഗസ്ഥന്മാരെ ബോധിപ്പിച്ച് അതിന് പരിഹാരം കാണുവാനുമുള്ള പൂർണ്ണമായ ചുമതല റജി ചെറിയാനുണ്ട്. അതിന് സുധാകരനെ താങ്ങേണ്ട ഒരു കാര്യവുമില്ല. പണ്ട് CPMലായിരുന്നപ്പോൾ മുഴുവൻ പേരും മുതിർന്ന നേതാവെന്ന നിലയിൽ താങ്കളെ വണങ്ങി നിന്നിട്ടുണ്ടാകാം. CPMന്റെ വിമത ശബ്ദം മൂലം സുധാകരൻ അവിടെ നിന്ന് ജയിച്ചു കയറിയിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും റജി ചെറിയാനെ ഭരിക്കുവാനുള്ള തീട്ടൂരമാണെന്ന് കരുതരുത്. ഇതിനിടയിൽ റജി ചെറിയാന്റെ ബാറിൽ പോയി കള്ളു കുടിക്കാത്തത് കൊണ്ടാണ് തന്നെ റജി ചെറിയാൻ മുഖവിലക്കെടുക്കാത്തതെന്നോ മൈൻഡ് ചെയ്യാത്തതെന്നോ ഒക്കെ സുധാകരൻ പറഞ്ഞതായി പുറത്തു വന്നു. സുധാകരനെ പോലെ ഒരു മുരട്ടുകാളയായി ഇരിക്കാതെ വരുന്നവരോടും പോണവരോടും നന്നായി ഇടപെടുന്നത് കൊണ്ടാണ് റജി ചെറിയാൻ ഇന്നവിടെ MLA ആയത്. പിന്നെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ലൈസൻസ് അതെടുത്ത് ബാർ നടത്തുന്നവന് എന്ന കാരണം പറഞ്ഞ് അപമാനിച്ചാൽ പേര് കിട്ടുമെന്ന് കരുതുന്നത് പോക്ഷത്തരമാണ്. അങ്ങനെയൊന്നും സൽപ്പേര് കിട്ടിയല്ല. റജി ചെറിയാൻ പല പാർട്ടികൾ കയറിയിറങ്ങി ഒടുവിൽ ജോസഫ് ഗ്രൂപ്പിൽ എത്തിയതാണെന്നാണ് സുധാകരന്റെ മറ്റൊരാക്ഷേപം. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അങ്ങ് എവിടെയാണ് മുൻപ് നിന്നത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. CPMന്റെ കണ്ണും കരളുമായി അവർ ചുമലിലേറ്റി നടന്ന സുധാകരൻ അവിടെ നിന്ന് കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റിയതിനു ശേഷം കൂറുമാറി MLA ആകുവാൻ വേണ്ടി മാത്രം UDFൽ ചേക്കേറിയ ആളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടു കാലിലും മന്തുള്ളവൻ ഒരു കാലിൽ ഉണ്ണിമന്തുള്ളവനെ മന്ദനെന്ന് വിളിക്കുന്നത് ശരിയാണോ? അതുപോലെയാണിത്. മലബാറിലെ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഇറങ്ങി വന്ന ഗ്ലാമറൊന്നും സുധാകരന്റെ ഈ പടിയിറക്കത്തിനില്ല. കുഞ്ഞികൃഷ്ണൻ ഒരു ആശയത്തിന്റെ പേരിലാണ് ഇറങ്ങി വന്നത്. TK ഗോവിന്ദനും ആശയ സമരം തന്നെയാണ് നടത്തിയത്. പക്ഷേ സുധാകരൻ നടത്തിയത് എന്താണ്?
അധികാര സമരമാണ്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയിട്ടുള്ളത് അല്ലാത്തത് കൊണ്ട് ആമാശയ സമരം എന്ന് പറയുന്നില്ല. സുധാകരനെ മുഴുവൻ സ്ഥാനങ്ങളിലും CPM നിയമിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും MLA സ്ഥാനത്തിനോടുള്ള അത്യാർത്തി അത് മാത്രം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇനി തുടർഭരണം വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ജയിച്ചതാണെന്ന് കൂടി ഓർക്കണം. സുധാകരന്റെ അറിവോടും ആശീർവാദത്തോടും അംഗീകാരത്തോടും കൂടി മാത്രമേ ആലപ്പുഴ ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാവൂ, അങ്ങനെ അതേ നടക്കാവൂ എന്ന് മനസ്സിൽ പോലും തോന്നുന്നത് അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി, പുറത്തെടുക്കണ്ട. ഇത്രയും അറിവും സത്യസന്ധതയും അനീതിക്കെതിരെ പോരാടുകയും ചെയ്യുന്ന സുധാകരൻ എന്തുകൊണ്ട് കരിമണൽ കർത്തായിൽ നിന്നും 5 കോടി രൂപ വാങ്ങിയെന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ MLA അധികാരസ്ഥാനം ഒഴിയണമെന്ന് പറയാൻ മടി കാണിക്കുന്നത്? അപ്പോൾ ചെലവാകുന്നിടത്ത് ചെലവാക്കാം അല്ലേ? റെജി ചെറിയാൻ ജൂനിയർ ആയതുകൊണ്ട് നിങ്ങളുടെ ഭീഷണിക്കൊക്കെ വഴങ്ങി വരുതിയിലാകുമെന്ന് കരുതിയാകാം ഈ ഉമ്മാക്കിയൊക്കെ കാണിക്കുന്നത്. അത് സുധാകരന്റെ നിലവാരത്തിന് ചേർന്നതല്ലെന്ന് ഓർക്കണം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. കൊച്ചി കോർപ്പറേഷനിൽ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നവർ ആദ്യം ഓടയിലെ മാലിന്യം മുഴുവൻ കോരി കരയ്ക്ക് വയ്ക്കും. അത് അവിടുന്ന് കോരി മാറ്റുകയില്ല. ആദ്യത്തെ മഴയത്ത് തന്നെ അത് മുഴുവൻ ഒഴുകി തിരികെ ഈ ഓടയിൽ തന്നെ വീണ് ഓട മുഴുവൻ ബ്ലോക്കാകും. അത് കൊച്ചിയിൽ മുഴുവൻ വെള്ളക്കെട്ടുമാകും. ഇത് തന്നെയാണ് കുട്ടനാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താത്തത് ആരെയൊക്കെയോ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് കരുതിയാണ് റെജി ചെറിയാൻ ഇറങ്ങി പുറപ്പെട്ടത്. അത് തടസ്സപ്പെടുത്താൻ സുധാകരൻ ബഹളം കൂട്ടുന്നത് ആരെ സഹായിക്കാനാണെന്ന് മാത്രമാണ് ഇനി അറിയുവാനുള്ളത്.